ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിനിടയിൽ കൂടെ തന്നെ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ നെയ്ബർ ജോബ് ഈ ഒരു മാർഗം വഴി നിങ്ങൾക്ക് 538 യൂറോയോളം ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാതെ ഫുൾ ക്യാഷ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യാൻ കാരണം ഈ കഴിഞ്ഞൊരു ദിവസം ജർമ്മനിയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതായത് കാനഡ UK-യിലുള്ള ഈ ഇല്ലീഗൽ ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ് കാര്യങ്ങൾ സ്റ്റുഡൻസിന്റെ ആ ഒരു രീതി ജർമ്മനിയിൽ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് നല്ല രീതിയിൽ കൺട്രോൾ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് കൺട്രോൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു ലോക്കൽ ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിനിടയിൽ കൂടെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഓക്കെ ആണെന്ന് വരുത്തിയതിനു ശേഷം മാത്രം ഒരു പാർട്ട് ടൈം ജോബിന് ചെല്ലുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ജർമ്മൻ ഫീൽഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ കാര്യം വിസ പെർമിഷൻ. അതായത് നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി പാർട്ട് ടൈം ജോബ് ചെയ്യാൻ അല്ലെങ്കിൽ നെയ്ബർ ജോബ് ചെയ്യാൻ മിനി ജോബ് ചെയ്യാൻ ലീഗലി വിസ നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അതിന്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. പക്ഷേ 40 മണിക്കൂറാണ് നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്റ്റിൽ ഒരാഴ്ചത്തെ വർക്കിംഗ് അവേഴ്സ്. റൂൾ പ്രകാരം നെയ്ബർ ജോബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് +8 അവേഴ്സ് കൂടി ആഡ് ചെയ്യാം. അതായത് 48 മണിക്കൂർ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതിൽ 40 മണിക്കൂർ നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗിൽ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. അത് സ്കൂളോ വർക്കോ ആവാം. പിന്നെ വരുന്ന 8 മണിക്കൂർ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിസ അല്ലെങ്കിൽ നിങ്ങളുടെ സൂസാറ്റ് സ്പ്ലാറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം അല്ലെങ്കിൽ എത്ര മണിക്കൂർ പാർട്ട് ടൈം ജോബ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ആ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് ആ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തൊട്ടടുത്തുള്ള റാത്ത് ഹൗസ് അല്ലെങ്കിൽ ടൗൺ ഹാൾ ആ ഒരു രീതി അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് ലാൻഡ് ബെഹോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ താമസിക്കുന്ന ഏരിയയിലുള്ള ആ ഒരു ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പേപ്പർ വർക്ക്സ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിയമത്തിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈസി ആയിട്ട് ആ ഒരു പുതിയ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, എത്ര മണിക്കൂർ വർക്ക് ചെയ്യാമെന്നുള്ളത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്താ പറയുക, തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ്. അതായത് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള നിയമങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയറിന്റെ പെർമിഷൻ വേണം നിങ്ങൾക്ക് ആക്ച്വലി ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട്. അതായത് ഈ ഹൗസ് ബിൽഡിങ്ങിനിടയിൽ നെയ്ബർ ജോബ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയർ ചിന്തിക്കുകയാണ് ഈ ഒരു നെയ്ബർ ജോബിന് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന് ഈ ഒരു സ്റ്റുഡൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇയാളുടെ ഗ്രേഡ്സിനെ അത് ബാധിച്ചേക്കാം, ഇയാളുടെ പഠിത്തത്തെ അത് ബാധിച്ചേക്കാം, ഇയാളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഇത് ബാധിച്ചേക്കാം. ഇങ്ങനൊരു ഒപ്പീനിയൻ നിങ്ങളുടെ എംപ്ലോയർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എംപ്ലോയർ പറയുകയാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു പെർമിഷൻ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇൻ കേസ് നിങ്ങളുടെ വിസയിൽ അത് അലൗ ചെയ്തിട്ടുണ്ടെങ്കിലും 99% ഓഫ് കേസസിലും ഒരിക്കലും ഇങ്ങനെ എംപ്ലോയർ പറയാറില്ല. കാരണം നമ്മളുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ് അതൊക്കെ. നമുക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ഫണ്ടിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളാണ്. യൂഷ്വലി 99% കേസസിലും ഇത് പറയാറില്ല. പക്ഷേ മെൽഡെഫ്ലിസ്റ്റിക് എന്ന് പറയും. അതായത് പാർട്ട് ടൈം ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിനെ നിങ്ങൾ അറിയിച്ചിരിക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് പെൻഷൻ സമയത്ത് അല്ലെങ്കിൽ ഇത്ര അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സമയം നേരത്തെ പെൻഷൻ ആകാം. അത് മറ്റൊരു ടോപ്പിക്കിലുള്ള വീഡിയോ ആണ്. അപ്പോൾ അത്രയും ഞാൻ പോകുന്നില്ല. അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ എംപ്ലോയർ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചിരിക്കണം നിങ്ങൾ പാർട്ട് ടൈം ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൈറ്റ്, അതായത് ബ്രേക്ക് ടൈം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ഇന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ന് കാലത്ത് വർക്കിന് തുടങ്ങി, ആ വർക്ക് ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്തു ബ്രേക്ക് കൂടാതെ. അതിനുശേഷം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 8 മണിക്കൂറാണ്. ഈ ഒരു 8 മണിക്കൂറും കൂടി പാർട്ട് ടൈം ജോബ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പിറ്റേ ദിവസം നിങ്ങളുടെ വർക്ക് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ 11 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ പാർട്ട് ടൈം ജോബിൽ നിങ്ങളുടെ ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് തരാൻ നേരത്തെ പാർട്ട് ടൈം ജോബ് എംപ്ലോയർ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ വരുന്ന സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ നാളെ വർക്ക് ഉണ്ട്, അപ്പോൾ ഇതിനിടയിൽ 11 മണിക്കൂർ ഗ്യാപ്പ് വേണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ പാർട്ട് ടൈം എംപ്ലോയർ ചിന്തിക്കില്ല. നിങ്ങളുടെ മെയിൻ എംപ്ലോയർ ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് മോർണിംഗ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലും ഈ പറയുന്ന സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ടൈം 11 മണിക്കൂർ ഉണ്ടാകണം എന്നുള്ളത് നിങ്ങളുടെ മെയിൻ എംപ്ലോയർ ചിന്തിക്കും. പക്ഷേ നിങ്ങളുടെ പാർട്ട് ടൈം എംപ്ലോയർ അത് ചിന്തിക്കില്ല. ഞാൻ കുറച്ചും കൂടി ഈസിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഒരു എക്സാമ്പിൾ, ഞാൻ ഇന്ന് ജോലി സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ മെയിൻ ജോബ് കഴിഞ്ഞു. ഇതിനിടയിൽ എനിക്ക് ബ്രേക്ക് വേണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേണമെങ്കിൽ എനിക്ക് പാർട്ട് ടൈം ജോബ് തുടങ്ങാം. പാർട്ട് ടൈം ജോബ് തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പാർട്ട് ടൈം ജോബ് കഴിഞ്ഞതിന് ശേഷവും 11 മണിക്കൂർ ഈ ഗ്യാപ്പിലില്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇല്ലീഗലാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് അല്ല ഈവനിങ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 11 മണിക്കൂർ ശരിക്കും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂഷ്വലി കുഴപ്പമില്ല. ഇത് പറയാനായിട്ട് കാരണം, കൺട്രോളിൻ്റെ സമയത്ത് നിങ്ങളുടെ വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പിറ്റേ ദിവസത്തെ ഡീറ്റെയിൽസിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇത് ഇല്ലീഗലാണ്. നിങ്ങൾക്കെതിരെ ഒരു പക്ഷേ വാർണിംഗ് തന്നേക്കാം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നടപടി എടുത്തേക്കാം. ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് €538 ടാക്സ് ഇല്ലാതെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അതായത് ജർമ്മനിയിൽ സാലറി എന്ന് പറയുന്നത് ബ്രൂട്ടോ ആൻഡ് നെറ്റോ എന്ന് പറയുന്ന സംഭവമുണ്ട്. ബ്രൂട്ടോ എന്ന് പറയുന്നത് നമ്മളുടെ ഡിഡക്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ എടുക്കാതെ കിട്ടുന്ന സാലറി. നെറ്റോ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ, ടാക്സ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം കയ്യിൽ കിട്ടുന്ന സാലറിയാണ് നെറ്റോ. പാർട്ട് ടൈം ജോബിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ €538 വരെയാണ് നിങ്ങളുടെ ഒരു മാസത്തെ ഇൻകം എന്നുണ്ടെങ്കിൽ, ഈ ഒരു പൈസയിൽ നിന്നും നിങ്ങൾക്ക് ₹1 പോലും ടാക്സ് ആയിട്ട് നിങ്ങൾക്ക് പോകുന്നില്ല. ഇതെല്ലാം ടാക്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് എല്ലാം ഈ പൈസ നിങ്ങളുടെ ബാങ്കിൽ അങ്ങനെ തന്നെ ക്രെഡിറ്റ് ആവും. എൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോബ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം പോകുമ്പോൾ തന്നെ ഈ €538 നിങ്ങൾ നേടി എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്താൽ പോലും വലിയൊരു തുക ടാക്സ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഒക്കെ പോകുമെന്നുള്ളത് വീണ്ടും ഞാൻ പറയുന്നത് മറ്റൊരു വീഡിയോയുടെ ടോപ്പിക്കാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ, €538 വരെയുള്ളൊരു പാർട്ട് ടൈം ജോബിൽ നിങ്ങൾ നിൽക്കുക ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട് ടൈം എംപ്ലോയർ പറഞ്ഞേക്കാം ടാക്സ് ഒക്കെ ഞാൻ കൊടുത്തോളാം, പക്ഷേ അതിൻ്റെ റിയൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യുന്ന അവേഴ്സിൻ്റെ റിയൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കൂടുതലും സ്ട്രെസ്സുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ €538 എന്ന് പറയുന്ന ആ ഒരു സമയം ആ ഒരു പേയ്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിട്ട് അവിടെ വെച്ചിട്ട് നിർത്തുക. ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഹൗസ് ബിൽഡിംഗ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് വെച്ചുകൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ഞാനും ചെയ്തിട്ടുണ്ട് പാർട്ട് ടൈം ജോബ്. അപ്പോൾ ഒരുപാട് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ ഹൗസ് ബിൽഡിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് ഇടയിൽ പാർട്ട് ടൈം ജോബ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത്, ഒന്നാമത്തെ കാര്യം, പാർട്ട് ടൈം ജോബിന് കൂടി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു മാസം ഒരു ദിവസം പോലും ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ 1-2 മാസമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പോയേക്കാം. പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫായി മാറും അത്. ഒന്നിനോടും താല്പര്യമില്ലാതെ വർക്ക് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വർക്ക്, ആ ഒരു രീതിയിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാർട്ട് ടൈം ജോബിന് എന്നിട്ട് നിങ്ങൾക്ക് പോകണം എന്നാണ് ഫിനാൻഷ്യലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ലൈഫ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു. അതായത് എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ നേരത്ത്, വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരാൻ നേരത്ത് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കാം, പക്ഷെ അത് ഒരു ലോങ് റണ്ണിൽ അത്ര ഫീസിബിൾ അല്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പ്ലാനിങ് വേണം. ഞാൻ ഇന്ന് കുക്ക് ചെയ്യും, ഞാൻ ഇന്ന് വീട് ക്ലീൻ ചെയ്യും, ഞാൻ ഇന്ന് എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യും. ഇതെല്ലാം നല്ല രീതിയിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രം, ഒരു ഡിസിപ്ലിനുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പാർട്ട് ടൈം ജോബിന് നിങ്ങൾ പോവുക. മൂന്നാമത്തെ കാര്യം, എല്ലാവരും മറന്നു പോകുന്നത്, നിങ്ങളിവിടെ വന്നേക്കുന്നത് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാതെ ഫസ്റ്റ് ഇയറിൽ തന്നെ സെക്കൻഡ് ഇയറിൽ തന്നെ നിർത്തി പോകുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഹൗസ് ബിൽഡിങ്ങിന് നമ്പർ 1 പ്രയോറിറ്റി ഹൗസ് ബിൽഡിങ്ങിന് കൊടുക്കുക. അതിനുശേഷം മാത്രം പാർട്ട് ടൈം ജോബിന് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ €538 നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം എന്നുണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു 2 പ്രാവശ്യം മാത്രം ഒരു മാസത്തിൽ പാർട്ട് ടൈം ജോബിന് പോവുക. എന്നിട്ട് ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.